വെൽക്കം ടു ദ സദ്യ വ്ളോഗ്. ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതായിരിക്കും ചിലപ്പോൾ കല്യാണം റിലേറ്റഡ് കേരളത്തിലെ ലാസ്റ്റ് വീഡിയോ എന്ന്. പക്ഷേ അല്ല ഗൈസ്, ഞാൻ സദ്യയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സദ്യയ്ക്ക് വേണ്ടിയിട്ടിരുന്നു. ഇതിൻ്റെ അകത്തൊരു വെറൈറ്റി കൂട്ടാൻ ഞാനൊന്ന് കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല. ഏത്തപ്പഴമില്ലേ? ഈന്തപ്പഴം. ഏത്തപ്പഴം ഉണ്ട്, ഈന്തപ്പഴം ഉണ്ട്, തേങ്ങയുണ്ട്, ശർക്കരയുണ്ട്. നല്ല വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു കേട്ടോ. ഉപ്പും മധുരവും ഒക്കെ കൂടെ കലർന്നിട്ടുള്ള ഒരു ടേസ്റ്റ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് വന്നു, പരിപ്പ് വന്നു, നെയ്യ് വന്നു, പപ്പടം വന്നു. പപ്പടം നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപ്പും പപ്പടവും നെയ്യും ഒക്കെ കൂടെ ചേർത്ത് പൊടിച്ചങ്ങോട്ട് കഴിച്ച് തുടങ്ങി. 1-2 വായ ആയപ്പോൾ തന്നെ സാമ്പാർ വന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്ലോയിൽ കഴിച്ചുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ എടുത്തപ്പോഴത്തേക്കും കുറച്ചധികം സ്ലോ ആയിപ്പോയി. കുടുംബത്തിലെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ലാസ്റ്റ് പന്തിയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല സ്ലോ ആയിട്ട് ആസ്വദിച്ച് പയ്യെ കഴിച്ചാൽ മതി. എല്ലാ കൂട്ടാനുകളും എല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരികയും ചെയ്ത് സാവകാശം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടപ്രഥമൻ വന്നു. നമ്മൾ കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തൊക്കെ ഇരിക്കുന്നവർ കുറച്ച് ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളും കുറച്ച് ഫാസ്റ്റ് ആയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അട കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പാൽപ്പായസവും വന്നു. അപ്പോൾ പിന്നെ ബോളിയും പാൽപ്പായസവും കൂടി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വീണ്ടും നമ്മുടെ 3ാമത്തെ പായസമായിട്ടുള്ള പരിപ്പ് പായസം വന്നു. അങ്ങനെ അതെല്ലാം ചേർത്ത് കഴിച്ചു. ഇപ്രാവശ്യം ഞാൻ പുളിശ്ശേരി ഒന്നും വാങ്ങിച്ചില്ല. സാധാരണ ഞാൻ സദ്യയുടെ കൂടെ സാമ്പാർ കഴിക്കാത്തതാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞാൻ സാമ്പാർ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ മോരും കൂടെ കുടിച്ചിട്ട് നമ്മുടെ സദ്യ അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഏതായാലും ഹാപ്പി ഈറ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.